പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. റബ്ബി ഇശ്റഹ് ലി സദ്രി യസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫതീഹിലെ 1-ാമത്തെ വചനമാണ് ഞാൻ ഇവിടെ ഒരുക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യക്ഷമായ വിജയം നൽകിയിരിക്കുന്നതാണ്. പ്രത്യക്ഷമായ വിജയം, മക്ക വിജയം, അതിനോടനുബന്ധിച്ച ചരിത്രപ്രസിദ്ധമായ ഹുദൈബിയ സന്ധിയുമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറമിൽ പ്രവേശിച്ചതായി സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 സഹാബികളും കൂടി ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. ഖുറൈശികളായ ശത്രുക്കൾ അത് അറിയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടയാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്തു. അവർ അറാബികളെ അവർക്ക് സമാധാനത്തിൽ വിളിച്ചു. പക്ഷേ അറാബികൾ അവരുടെ ഖുറൈശികളെ ഭയന്ന് പിന്നോട്ട് മാറി നിൽക്കുകയാണ് ചെയ്തത്. അവിടുത്തെ നിഷ്കളങ്കരായ സത്യവിശ്വാസികൾക്ക് സമാധാനം നൽകാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ മക്കയിലേക്ക് അയച്ചു. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ തടഞ്ഞു വെക്കുകയാണ് ചെയ്തത്. ഇനി അവർ ഉറയിലിട്ട വാളല്ലാതെ മറ്റൊന്നും കൊണ്ടുപോയിരുന്നില്ല. ഉംറ ചെയ്യാൻ മാത്രമായിരുന്നു അവർ പോയിരുന്നത്. പിന്നെ അല്പം സമയം കഴിഞ്ഞ് അവർ അസ്വാൻ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഖുറൈശികൾ അവരെ ആക്രമിക്കാൻ അടുത്തു വരുന്ന വിവരം അറിയുകയും അവർ വഴിമാറി നടക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തി, അതായത് കസ്വാദ്, ആ ഒട്ടകം മുട്ടുകുത്തിയപ്പോൾ സഹാബികൾക്ക് ഭയമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്സീനിയക്കാരുടെ ആനപ്പട്ടാളത്തെ മുട്ടുകുച്ച അള്ളാഹുവിന് ഇത് വലിയ പനിയൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഹുദൈബിയ എന്ന കിണറ്റിനരികെ ഇറങ്ങുകയും അവിടെ വെച്ചൊരു പ്രതിജ്ഞ ചെയ്യുകയും, അതായത് ബൈഅത്തു ശജറ, മരച്ചുവട്ടിൽ വെച്ചൊരു പ്രതിജ്ഞ ചെയ്തു. ഖുറൈശികളുമായി അവർ മുഹമ്മദ് പ്രവാചകനുമായി അവർ മരണം വരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. അതിന് ബൈഅത്തു റിദ്വാൻ എന്ന് പറയുന്നു. അങ്ങനെ അവർ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു സന്ധിയിൽ ഏർപ്പെട്ടു. അവർക്ക് ഭയമായ ഒരു സന്ധിയിൽ ഏർപ്പെട്ട സന്ധിയുടെ വ്യവസ്ഥകളെല്ലാം പാലിച്ചു. അങ്ങനെ അവസാനം അവർ സന്ധി ലംഘനമുണ്ടാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 10,000 വരുന്ന സഹാബികളും കൂടി മക്കളേക്ക് പുറപ്പെടുകയും അങ്ങനെ അവിടെ വെച്ച് മക്ക വിജയം, ചരിത്രപ്രസിദ്ധമായ മക്ക വിജയം സംഭവിക്കുകയും ചെയ്തു. ഇതിന് കാരണം ചരിത്രപ്രസിദ്ധമായ ഹുദൈബിയ സന്ധിയായിരുന്നു. ഹുദൈബിയ സന്ധി അതിന് ഈ ഹുദൈബിയ സന്ധിയായിരുന്നു. ഹുദൈബിയ സന്ധിയിൽ വെച്ച് ഇസ്ലാമിന് വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ പ്രതിജ്ഞയെടുത്ത സഹാബികളെ പ്രശംസിച്ചുകൊണ്ടും അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും അള്ളാഹു പറയുകയാണ്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് തബായനക തഹ്ത ശജറതി വഅലിമ ഫീ ഖുലൂബിഹിം വഅൻസലത സക്കീനത അലൈഹിം വസഅബഹും ഫത്ഹൻ ഖരീബ. ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച് നിന്നോട് പ്രതിജ്ഞ ചെയ്ത് അയാൾ വയ്യത്ത് ചെയ്യുമ്പോൾ സത്യവിശ്വാസികളെക്കുറിച്ച് തീർച്ചയായും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവരുടെ മനസ്സുകളിൽ അവർക്ക് സമാധാനം ഇറക്കി കൊടുക്കുകയും ചെയ്തു. അത് പ്രത്യക്ഷമായ വിജയം അവർക്കുണ്ടെന്ന് അവരോട് പറയുകയും ചെയ്തു. ആ വിജയം എന്ന് പറയുന്നത് ഹിജ്റ 7-ാം വർഷത്തിലുള്ള ഖൈബർ യുദ്ധം. അന്ന് യഹൂദികളിൽ നിന്ന് ധാരാളം ഗനീമത്ത് സ്വത്തുക്കൾ ലഭിക്കുകയും ചെയ്തു. 15 പേർ ഷഹീദായെങ്കിലും അവരുടെ കോട്ടകളും കൊത്തളങ്ങളും എല്ലാം മുസ്ലിങ്ങൾക്ക് അധീനമായതെല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരമാണ്. പിന്നീട് ഹിജ്റ 8-ാം വർഷം എന്ന ഹുനൈൻ യുദ്ധം, അതിൽ ആ ഹുനൈൻ യുദ്ധത്തിൽ ഹവാസ് എന്ന ഗോത്രക്കാരിൽ നിന്ന് ഗനീമത്തുക്കൾ ലഭിച്ചു. അതും ഇങ്ങനെ ചരിത്രപ്രസിദ്ധമായ മക്ക വിജയം സംഭവിക്കുകയും ചെയ്തിരുന്നതാൻ കാരണം ഹുദൈബിയ സന്ധിയായിരുന്നു. ഫത്ഹുൽ ഫുതൂഹ്, അതായത് വിജയങ്ങളുടെ വിജയം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.